കുട്ടി സ്റ്റോറിക്ക് കൂടെ ഇടം തരാതെ വിജയ് എന്ന ജനനായകൻ കളം ഉപേക്ഷിക്കുകയാണ്. ഇനി ആ കൊട്ടും പാട്ടും പോർ മുഴക്കങ്ങളുമില്ല. തിയേറ്ററുകളിലെ ആട്ടവും പാട്ടുമില്ല. തെരുവുകളിൽ ഒത്തുകൂടുന്ന ആൾക്കൂട്ടവും ആർപ്പുവിളികളും പാലഭിഷേകങ്ങളുമില്ല. ഓഡിയോ ലോഞ്ചുകളില്ല. ജീവിതത്തിന് അങ്ങിങ്ങോളം പവർ നിറച്ച ആട്ടത്തിന് കൂട്ടുവന്ന ഹൈ വോൾട്ടേജ് പാട്ടും ചൂടൻ സ്റ്റെപ്പുകളുമില്ല. കാത്തിരുന്ന് ടിക്കറ്റിനായി നെട്ടോട്ടം ഓടുന്ന കാലമില്ല. ഉറക്കമളച്ച് വെളുപ്പിന്റെ ഫാൻ ഷോയ്ക്ക് കയറി ഓരോ പാട്ടിനും സീറ്റിൽ ഇരിപ്പുറയ്ക്കാതെ തുള്ളിച്ചാടിയുള്ള ആർമാദങ്ങളില്ല. ആർഭാടാരവങ്ങളോടെ തല ഉയർത്തി നിന്ന സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ഒരു ഉത്സവകാലം കൂടെ ഇവിടെ അസ്തമിക്കുകയാണ്. സ്വന്തം മണ്ണിലെ താരങ്ങൾക്കൊപ്പം കേരളക്കര മറ്റൊരു താരത്തിനായി ഹൃദയം തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ, മറ്റൊരു താരത്തെ പ്രതിഷ്ഠിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് വിജയ്ക്ക് വേണ്ടി മാത്രമാണ്. സിനിമ കാണാൻ എന്നതിനപ്പുറം പൂരത്തിനോ പെരുന്നാൾക്കോ പോകും പോലെയാണ് ഫാൻ ഷോകൾക്കായി എത്തിയത്. ആഘോഷങ്ങളിൽ ആൾത്തോട്ട ഭൂപതി മുതൽ തലപതി കച്ചേരി വരെ എത്തി. അജനൊരു വില്ലിന്റെ പവർ പമ്പിങ്ങിൽ ഇന്നും സിരിയിലേക്ക് ഒഴുകുന്നത് മാജിക്കൽ എനർജിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് കളക്ഷൻ റെക്കോർഡ് ബ്ലഡി സ്വീറ്റ് സാഗിൽ അയാൾ കൊണ്ടുപോയിരുന്നു. ആ നായകന് വേണ്ടി 2026 ജനുവരി 9 കാത്തുവെക്കുന്നത് ഇരട്ടി മധുരമുള്ള സ്നേഹത്തിന്റെ ഗുഡ് ബൈ ആയിരിക്കുമെന്ന് തീർച്ച. ജനനായകന് മുന്നിൽ ബാക്കിയാവുന്നത് വിജയപരാജയങ്ങളുടെ ചോദ്യചിഹ്നമല്ല, എത്ര കളക്ഷൻ, എത്ര റെക്കോർഡുകൾ എന്നത് മാത്രമാണ്. ഒരൊറ്റ ഓഡിയോ ലോഞ്ച് കൊണ്ട് മുടക്കുമുതലും തിരിച്ചുപിടിച്ച ജനനായകന് ഭയക്കാൻ ഇനി എന്തിരിക്കുന്നു? മലേഷ്യയിൽ നടന്ന ജനനായകന്റെ മെഗാ ഓഡിയോ ലോഞ്ചിൽ ടിക്കറ്റ് തുകയായി മാത്രം 60 കോടിക്ക് മേൽ നേട്ടമുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. അതിനു പുറമെ ആമസോൺ പ്രൈമുമായുള്ള OTT സെയിൽ, സൺ ടിവിയുമായിട്ടുള്ള സാറ്റലൈറ്റ് സെയിൽ, ടി സീരീസുമായിട്ടുള്ള ഓഡിയോ സെയിൽ എന്നിവയടക്കം 350 കോടിക്ക് മേൽ നേട്ടമാണ് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സിനിമ സ്വന്തമാക്കിയത്. ബുക്കിംഗിൽ പെട്ടിയിൽ വീഴുന്ന പണമെല്ലാം നേട്ടം മാത്രം. അത് കുറഞ്ഞാലും കൂടിയാലും ആ ബ്രാൻഡിന് അനക്കം പോലും തട്ടില്ലെന്ന് കട്ടായം. പണ്ട് തമിഴ് ചാനലുകളിൽ സ്റ്റൈലായി ഡ്രസ് പോട്ട് ഡാൻസ് ആടിയ ചെറുപ്പക്കാരിൽ എപ്പോഴോ കയറിക്കൂടിയ ആരാധനയാണ്. രോഷാകുലമായ ഒരു ബാല്യത്തിന്റെ ആരാധന. തമിഴിൽ ഒരു വാക്കു പറയാൻ പറഞ്ഞാൽ വിജയ് എന്ന് പറഞ്ഞിരുന്ന ഒരു ബാല്യമുണ്ട്. ചുവട് വെക്കാൻ വിജയ് പാട്ടുകൾ നിർബന്ധമുണ്ടായിരുന്ന കൗമാരമുണ്ട്. തിയേറ്ററിൽ സർവ്വതും മറന്ന് ആഘോഷിക്കാൻ എന്തും ത്യജിച്ചിറങ്ങിയ യുവത്വവും. ലൈഫ് ഈസ് വെരി ഷോർട്ട് നൻപ, ഓൾവേസ് ബി ഹാപ്പി എന്ന് കേൾക്കുന്നിടത്ത് എത്ര സങ്കടമുണ്ടെങ്കിലും സന്തോഷിക്കാൻ കാരണം കണ്ടെത്തിയ ഇന്നലകളുമുണ്ട്. അണ്ണനൊപ്പം വളർന്ന ഒരു തലമുറയുടെ സിനിമാ പ്രാന്തിന്റെ അർദ്ധവിരാമം കൂടിയായി ജനനായകൻ മാറുന്നത് അതുകൊണ്ടാണ്. ദിസ് ടൈം ഇസ് പേഴ്സണൽ. അത് അയാൾക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് ടിക്കറ്റാണ്. രാഷ്ട്രീയത്തിലും തുടർ ജീവിതത്തിലും എന്ത് നടന്നാലും അതിനപ്പുറം ഹൃദയം കൊണ്ട് അണ്ണനായി അലിഞ്ഞു ചേർന്ന ഒരു മനുഷ്യനുള്ള ലാസ്റ്റ് ബ്ലാസ്റ്റ് ആണ്.